കൂട്ടുകാരെ, എന്നാ ഉണ്ട് വിശേഷം? ഞാൻ അടുത്ത വ്ലോഗുമായിട്ട് വരുവാണ്. എനിക്ക് 2 ദിവസം കൊണ്ട് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഫുഡൊക്കെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഒരു സൈഡിൽ. അപ്പോൾ ഇന്ന് ചിക്കൻ മേടിച്ചപ്പം കുട്ടികൾക്ക് ചിക്കൻ വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. വന്നോളൂ. ചിക്കൻ ബിരിയാണിക്ക് ഒരു പാൻ എടുത്ത് വെച്ച് അതിനകത്ത് കുറച്ച് റിഫൈൻ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഇതിന് കുറച്ച് നല്ലത്. അതിൻ്റെ കൂടെ ഇത്തിരി നെയ്യും കൂടെ ഇടാം. നമ്മളൊരു ലീഫ് ഇട്ടു, ഏലക്ക ഇട്ടു, പിന്നെ 2-3 ഗ്രാമ്പൂ, 2-3 പട്ട, പിന്നെ ഇത്രയും സാധനങ്ങൾ അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിക്കല്ലേ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, അത് ഒരു 3 സവോളയാണ്. ഏകദേശം ഒരു കിലോ ചിക്കന് വേണ്ടി 1 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. 1 കിലോ 3/4 കിലോ. അപ്പോൾ ഒരു 3 സവോള ഞാൻ അരിഞ്ഞത് അതിനകത്തിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് നമ്മൾ വഴറ്റുവാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും. കാരണം മൂത്ത് കിട്ടും. നമ്മളധികം ഇതാകണ്ട. അപ്പോഴത്തേന് ഇത് ചിക്കന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം. ചിക്കന് നമ്മൾ എല്ലാം കഴുകിക്കഴിഞ്ഞ് അല്പം വിനാഗിരിയും ഉപ്പും കൂടെ വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ അഴുക്കെല്ലാം ഇങ്ങ് വിട്ട് കിട്ടും. അത് കഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മുളകും പിന്നെ ഇത്തിരി ഗരം മസാലയും ഇത്തിരി തൈരും എല്ലാം ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതാക്കി വെക്കും. പുരട്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കും. മാഗ്നേറ്റ് ചെയ്ത് നമ്മളതങ്ങ് മാറ്റി വെച്ചാൽ അത് കുറച്ച് നേരം ആകുമ്പോൾ അതങ്ങ് പിടിച്ചിരിക്കും. അപ്പോഴത്തേനും നമ്മൾ ഇത്തിരി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി അരച്ചതുണ്ടായിരുന്നു, അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചി അരച്ചതും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ അതിന് മുമ്പ് ഇട്ടാണ്ടല്ലോ അതിനെങ്കിൽ നമ്മുടെ ഇതേ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ. 2 പച്ചമുളകും കൂടെ കീറിയിടുക. അപ്പോൾ നമ്മളതിട്ട് അപ്പോഴത്തേനും അത് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പുരട്ടി വെച്ച പിന്നെ ചിക്കന് അങ്ങോട്ട് നമ്മൾ വിനാഗിരി ഇട്ട് പുരട്ടി വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കുളമ്പുപാട് എല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു ഇതല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യാവും. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഇളക്കി ഇതാക്കി വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത്തിരി ഗരം മസാല എല്ലാം കൂടെ വീണ്ടും ഇട്ടിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാം വിട്ടുപോയി. അപ്പം അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഒരു മാഗി ക്യൂബും ഒരു ധനിയ മല്ലിയിലയും കൂടെ ഇട്ട് നമ്മൾ നല്ലപോലെ വീണ്ടും വഴറ്റി ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം വഴറ്റുമ്പോൾ പകുതി വേവാവും നമ്മുടെ ചിക്കന്. അല്പം ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് അതവിടെ അടച്ച് വെച്ച്. അപ്പോൾ നമുക്ക് അടുത്ത ഉള്ളി, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി നമ്മൾ ഇത്തിരി മൂപ്പിക്കണമല്ലോ. ഉള്ളി അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കടായി വെച്ച് അതൊന്ന് മൂപ്പിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിക്കൻ നോക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് അത്രയും ആയപ്പോൾ ഞാൻ അതിന് മുമ്പ് 3 ഗ്ലാസ് അരി എടുത്ത് കുതുക്കാൻ വെച്ചിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കാരണം നല്ലപോലെ പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പകുതി വേവ് കഴിഞ്ഞ് ചിക്കൻ്റെ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ അരി ഇടുന്നത്. ഈ ബസ്മതിയുടെ അരിയാണ്. അപ്പോൾ അത് ഇടുന്നത്. അപ്പോൾ അത് നികത്തെ വെച്ചിട്ട് ഇത്തിരി നാരങ്ങയുടെ ഇതും കൂടെ പിഴിഞ്ഞ് ഇട്ട് ഇത്തിരി ധനിയാപ്പത്തയും കൂടെ ഇട്ട് നമ്മൾ വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അത് അടച്ച് വെക്കുന്നതിന് മുമ്പ് വെള്ളം ഒഴിക്കണമായിരുന്നു, അത് വിട്ടുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഈ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് വേണ്ടിയത്. പക്ഷേ ഞാനൊരു 4 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഒഴിക്കത്തുള്ളൂ. കാരണം ചിക്കൻ്റെ വെള്ളം ഓൾറെഡി ഉണ്ടായി വരും. അപ്പോൾ അത്രയും 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഇനി അടച്ച് വെച്ചിരിക്കും. ഒരു 10 മിനിറ്റ് അതോടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേന് ഈ ഉള്ളി നമ്മൾ മൂപ്പിച്ചിട്ട് ഗ്യാസിനിട്ടും അധികം ഇടയ്ക്കിടയ്ക്ക് അത് നോക്കണം. അതും നമ്മൾ ചിക്കൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇത് മൂപ്പിച്ച് മാറ്റി വെച്ച് ഗാർണിഷ് ചെയ്യണ്ടേ, ലാസ്റ്റിൽ നമുക്കത് ചെയ്യണം. അപ്പോഴത്തേനും ഇപ്പോൾ എൻ്റെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് നോക്കും. അപ്പം നമ്മൾ
നോക്കുമ്പോഴത്തേന് കണ്ടില്ലേ ഏകദേശം വെള്ളമൊക്കെ അരിയൊക്കെ വെന്ത് കുറച്ചുകൂടെ ഒരു 10 മിനിറ്റും കൂടെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും റെഡിയായി. കണ്ടില്ലേ, ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും റെഡിയായി. ഒരു ശകലം വെള്ളം പോലും ഇല്ല. അത് ഇത്തിരി ഒന്ന് നമ്മൾ എല്ലാം ചെയ്ത് മല്ലിയിലയും വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റും കൂടെ വീണ്ടും അടച്ച് വെച്ചേക്കണം. വീണ്ടും അടച്ച് വെക്കുമ്പോൾ നമ്മുടെ ദം പോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഇതും ഇത്തിരി നെയ്യും കൂടെയാണ്. ഇച്ചിരി അത് അടച്ച് വെച്ച് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചിക്കൻ ബിരിയാണി റെഡിയാണ്. അപ്പോൾ ഇനി നോക്കിയേ, കണ്ടോ, എൻ്റെ ചിക്കൻ ബിരിയാണി റെഡിയായി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ഒരു ശകലം കുഴഞ്ഞിട്ടുമില്ല, ചോറ് അരിയങ്ങ് വെന്ത് ഇതായിട്ടുമില്ല, നല്ല കറക്റ്റ് പരുവത്തിന് നമുക്കെടുക്കാം. കണ്ടില്ലേ, ഇനി ഇത് നമ്മൾക്ക് റെഡിയായി. ഇനി ഇതൊരു 2 മിനിറ്റ് നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേനും നമ്മളൊന്ന് അടച്ചങ്ങോട്ട് വെച്ച് വീണ്ടും എടുക്കാൻ നല്ല റെഡി ആയിട്ടിരിക്കും. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി ഏകദേശം റെഡിയായി. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് എടുക്കാം. എൻ്റെ ചിക്കൻ ബിരിയാണി കണ്ടോ, എല്ലാം തോർന്നിരിക്കുന്ന കണ്ടില്ലേ. ചിക്കൻ ബിരിയാണി റെഡിയായി. എല്ലാവർക്കും ഞാൻ കഴിച്ച് നോക്കി, നല്ലതാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, വെന്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വ്ലോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കേട്ടല്ലോ. അപ്പം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക, എല്ലാം ഫോളോയും ചെയ്യുക. ഓക്കെ, ബൈ.